ആനപ്രേമികളുടെ നാടാണ് നമ്മുടെ തൃശ്ശൂർ. ഗുരുവായൂരിലെ ആനക്കോട്ടയിലെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ. കയറി വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി ആൽമരം ഉണ്ട്. അതിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ പഴയൊരു കെട്ടിടമുണ്ട്. ഇപ്പോൾ കുറേയധികം പഴയതായതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ല. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് 2 ജർമ്മൻ ഗസ്റ്റിൻ്റെ കൂടെയാണ്. അവരുടെ കൂടെയൊക്കെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. എല്ലാവരും വളരെ കൗതുകത്തോടു കൂടി തന്നെയാണ് അവരെ നോക്കുന്നത്. പിന്നെ നമുക്ക് പതുക്കെ ഇവിടുത്തെ ഗജവീരന്മാരെയൊക്കെ പരിചയപ്പെടാം. മൊത്തം 42 ആനകളാണുള്ളത്. അതിനകത്ത് ഗജവീരന്മാരുണ്ട്, പിടിയാനകളുണ്ട്, പിന്നെ 2 മോഴകളുണ്ട്. ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് നമ്മുടെ ഈ ആനക്കോട്ട പരിചരിച്ചു വരുന്നത്. ഒപ്പം തന്നെ പ്രശ്നക്കാരായിട്ടുള്ള ആനകളെയൊക്കെ കുറച്ചുകൂടി ബാക്കിലായിട്ടും അത്യാവശ്യം ആൾക്കാരൊക്കെ ആയിട്ട് ഇണങ്ങിയിട്ടുള്ളവരൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിലായിട്ടും പ്രദർശിപ്പിച്ച് വെച്ചിരിക്കുന്നത്. നല്ല രസമായിട്ട് നമുക്ക് ആ ആനകളൊക്കെ തൊട്ടടുത്തൊക്കെ കാണാനായിട്ടൊക്കെ പറ്റും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആനേനെ കുളിപ്പിക്കുന്നത് കാണാനായിട്ടൊക്കെ പറ്റും. ചില ആനകളൊക്കെ നമുക്ക് തൊട്ടടുത്ത് തന്നെ വെച്ച് കാണാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു വട്ടി വെച്ചിട്ടാണ് അവർ ഈ ആനേനെ കുളിപ്പിക്കുന്നത്. ഞാനും തൊട്ടടുത്തൊക്കെ പോയിട്ടൊന്ന് തൊട്ട് നോക്കി. പിന്നെ ചില ആനകളെ ചെറിയ ചികിത്സയ്ക്കും അതുപോലെ തന്നെ മെരുക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു ആനക്കോട്ട പോലത്തെ ഒരു കൂടുണ്ട്. നമ്മുടെ ചാവക്കാട് ബീച്ചിന് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് വരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ തോമാസ് ലീഹായുടെ പാലയൂർ പള്ളിയിലും കയറിയിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്.